ഹലോ ഗൈസ്, RNRലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പെടാൻ പോകുന്നത്. ഓക്കെ, അമ്മ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഫ്രണ്ട്സ് പോയതിൻ്റെ വിഷമത്തിൽ ഡോളിൻ്റെ മുടി കെട്ടിക്കൊടുക്കുകയായിരുന്നു. അമ്മ അങ്ങനെ പാത്രം അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ശരി അമ്മ എന്ന് പറഞ്ഞ് അവൾ ഫുഡ് അമ്മ അവൾക്കൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അവൾ ഞാൻ പോട്ടെ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവൾ ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ പാവ തല തിരിച്ചിട്ട് പാത്രം തട്ടിയിട്ടു. ഇത് കേട്ട അമ്മ തിരിഞ്ഞു നോക്കി. അങ്ങനെ എന്നിട്ട് അമ്മ പാത്രം നിലത്തിട്ടോ എന്ന് ചോദിച്ചു. നീ എന്തിനാ പാത്രം നിലത്തിട്ടേ എന്ന് ചോദിച്ചു. അമ്മ ഞാനല്ല, ആ ഡോളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിശ്വസിച്ചില്ല. എന്താണ് നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളിയിട്ടിട്ടു. അവൾക്കത് ഒരുപാട് വിഷമമായി. അവളുടെ ഫ്രണ്ട്സും അവളെ ഇതാക്കി. പിന്നെ അമ്മയും പിന്നെ പാവ തല തിരിച്ചു. അവൾ അമ്മയെന്ന് അമ്മ ദേഷ്യത്തു. എന്നിട്ട് ഡോള് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പിന്നീട് ഡോൾ എണീച്ചു. അവൾ ചീറി പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേടിയായി. പിന്നീട് അവൾ ഡോൾ എണീച്ചിട്ട് ഫോർക്ക് എടുത്ത് കുത്താൻ വേണ്ടി അങ്ങനെ എൻ്റെ കൂടെ ഡോൾ ഇങ്ങനെ കുത്താൻ വേണ്ടി പോയി. അവൾ ആ തലക്കാണികൾ എടുക്കാൻ ആ ഡോൾ അവളുടെ പെട്ടെന്ന് തന്നെ വന്നു. അവളുടെ അടുത്തുണ്ടായിരുന്ന തലക്കാണിയെല്ലാം പേടിച്ചുകൊണ്ട് ഡോളിൻ്റെ മേൽക്കൊരു തരിയെന്ന് പറഞ്ഞുകൊണ്ട് ഡോൾ അവളുടെ അടുത്തേക്ക് അവൾ ഒരുപാട് പേടിച്ച്. അപ്പോൾ കുത്താൻ വേണ്ടി വന്നപ്പോൾ ബാക്കിൽ വന്ന് അവൻ വന്ന് അതിൻ്റെ തല അടിച്ചു നോക്കി. എന്നിട്ട് അവളോട് ചോദിച്ചു നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു അവളെയും കൂട്ടി കൊണ്ടുവന്ന് അവൻ അവളെ വിളിച്ചുകൊണ്ട് ഓടി. പിന്നീട് എന്നിട്ട് ഡോളിച്ച് പിന്നീട് അവൾ കരയുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു സോറി എൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നമുക്ക് ആ ഡോളിനെ ഒരു ശരിയാക്കണം എന്ന് പറഞ്ഞു. ഒരു പ്ലാൻ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പ്ലാൻ. എന്നിട്ട് ഡോളിൻ്റെ ചിത്രം ഇതാണ് ഡോൾ. എന്നിട്ട് അവരുടെ പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ചിത്രം വരക്കാൻ തുടങ്ങി. അവർ ചിത്രം വരച്ചെടുത്തരായി. അങ്ങനെ അവർ ചിത്രം വരച്ച് കൊണ്ടുകൊണ്ട് വെച്ചു. ഓരോരുത്തർ കൊണ്ടുവച്ചു. പിന്നെ അങ്ങനെ അവരോരോരുത്തരും ഓരോ പ്ലാനിട്ട് ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. അവൻ വരച്ച് കൊണ്ടുവച്ചു. പിന്നീട് അങ്ങനെ ഓരോരുത്തർ ഓരോ പ്ലാനിൽ ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവനൊരു നൂലെടുത്ത് ഓരോ ചെയ്യാൻ പോകുന്ന പ്ലാൻസ് ഒരു പ്ലാൻ അവർ കെട്ടിവെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു അടിപൊളി പ്ലാൻ. അവർ മാർക്ക് ഫസ്റ്റ് പ്ലാൻ ഡോർ ചെയ്തു. ആദ്യം അതവർ ചെയ്തു എത്തിച്ചു. അങ്ങനെ ഡോർ എല്ലാവരും എത്തിച്ചു നോക്കുമ്പോൾ എല്ലാവരും എത്തിച്ചു നോക്കി. ഈ ഡോൾ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവരും പറഞ്ഞു. അതിനുശേഷം അങ്ങനെ അവർ മെല്ലെ പതുങ്ങി റൂമിലേക്ക് വന്നു. എന്നിട്ട് അടുക്കളയുടെ തലഭാഗത്തുണ്ട്. അങ്ങനെ അവൻ നോക്കിയിട്ട് പറഞ്ഞു കിച്ചണിൽ നോക്കി. എന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവളോട് ഇല്ല, അവൾ അവനോട് പറഞ്ഞിട്ടില്ല. അവൻ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഡോൾ തൻ്റെ പിറകിലായിരുന്നത്. അവിടെ ഉണ്ട് നോക്കുക, ഇതിലെഴുതി വെച്ചിരിക്കുന്നത് ഐ ആം വാച്ചിങ് യു. അങ്ങനെ അവർ വായിച്ചു ഐ ആം വെയിറ്റ് ഡോൾ ഡാൻസ് കളിക്കുന്നത് എന്നെഴുതി കാണും. അങ്ങനെ പിന്നീട് കാണിച്ചത് ഡോൾ ഡാൻസ് കളിക്കുന്നതാണ്.
ലുക്ക് അറ്റ് ദെയർ, അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അവരങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഫോർക്കും പിടിച്ചുകൊണ്ട് ഡോൾ അവിടെ നിൽക്കുന്നു. അവരെല്ലാവരും ചീറി പൊളിച്ചുകൊണ്ട് എന്നിട്ട് അവർ ആ ഡോൾ കൊത്താൻ വേണ്ടി നീച്ചു. അങ്ങനെ അവരോടി. അവരുടെ ആദ്യത്തെ പ്ലാൻ കഴിഞ്ഞു. എന്നിട്ട് അവർ കോണിപ്പടിയുടെ അവിടെ നിന്നിട്ട് പറഞ്ഞു, നിക്ക് സെക്കൻഡ് പ്ലാനാണ്, രണ്ടാമത്തെ പ്ലാൻ, നമുക്ക് ഇവളെ ശരിയാക്കാം എന്ന് പറഞ്ഞ് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ ഡോൾ കയറി വന്നു. ആ ഡോൾ നോക്കിയപ്പോൾ ഒരു ഡമ്മി ഉണ്ടാക്കി വെച്ചിരുന്നു അവർ. ഡോൾ സന്തോഷത്തോടെ അവളെ കുത്താൻ പോയിട്ട് കുത്തി. അത് കുത്താൻ നോക്കിയപ്പോൾ അത് വെറും ഒരു ഡമ്മിയാണ്. അവൾക്ക് ദേഷ്യം കൊടുത്തു. അങ്ങനെ അവൾ അവൻ്റെ മുഖത്ത് വെച്ചിട്ട് അവരോടി. ഡോൾ എണീച്ചു ചീറിയിട്ട് ഓടി വന്നു. അങ്ങനെ ഹലോ ഡോൾ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഇതെടുത്ത് തല്ലി. അങ്ങനെ അവരുടെ മൂന്നാമത്തെ പ്ലാൻ സക്സസ്ഫുള്ളായി. ഇനി നാലാമത്തെ പ്ലാനാണ് അവർക്ക് നടക്കാൻ പോകുന്നത്. അടുത്ത പ്ലാൻ വരുന്നത് അവർ കൈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൾ വീണ്ടും നീച്ചു. അങ്ങോട്ടേക്ക് ഓടി. പിന്നീട് വാതിൽ തുറക്കാൻ പറ്റില്ല. അവർ പേടിച്ചു. ഡോൾ സന്തോഷത്തോടെ കുത്താൻ വേണ്ടി വന്നപ്പോൾ ഡോൾ ഒരു വള്ളിയിൽ തട്ടി വീണു. അടുത്തത് അഞ്ചാമത്തെ പ്ലാനാണ്. പെട്ടെന്ന് തന്നെ അവർ ആ ഡോളിനെ കടന്നുകൊണ്ട് പോയി. പിന്നെ ഡോൾ എണീച്ച്. ഡോളിന് ദേഷ്യം വന്നു. അവരുടെ പിന്നാലെ ഓടിപ്പോയി. അവർ സ്റ്റെപ്പ് പടി വേഗം കടന്നു. പക്ഷേ ഒരു സോപ്പ് എടുത്ത് അവർ സ്റ്റെപ്പിൽ വെച്ചു. എന്നിട്ട് അവർ രക്ഷപ്പെട്ട് ഓടിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, വരല്ലേ. അങ്ങനെ ഡോൾ ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിൽ വീണുകൊണ്ട് തട്ടി വീണു. അങ്ങനെ അവർ വലയിട്ട് പിടിച്ചു. അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ്ഫുള്ളായി. അങ്ങനെ അവർക്ക് സന്തോഷമായി. എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പടക്കം പൊട്ടിച്ചു. എന്നിട്ട് ക്ലാപ്പ് ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. ഇതൊരു വെറും ഒരു ചലഞ്ചായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു. ഇതൊരു പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതൊരു ഡമ്മി ആയിട്ടുള്ള ഒരു പാവയായിരുന്നു. നിങ്ങൾ അബ്സെറ്റ്ലി ആയിരുന്ന ഒരു ഫ്രണ്ട്സിനെ സന്തോഷപ്പെടുത്താനായിരുന്നു ഈ പ്ലാൻ. അങ്ങനെ അവർ അന്ന് വന്നപ്പോൾ അവർ എല്ലാവരും കുമ്പിട്ട് നമസ്കരിച്ചിട്ട് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി. വലിയ സന്തോഷം. അങ്ങനെ അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവൾ ഫോൺ കണ്ടുകൊണ്ടിരുന്നു. ഹായ് എന്ന് പറഞ്ഞപ്പോൾ അവൾ മുണ്ടാതെ ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കതൊരു സങ്കടമായി. എന്നിട്ട് അവൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്കൊരു വലിയൊരു വിഷമമായിരുന്നു അത്. അങ്ങനെ അമ്മ ഫുഡ് കൊടുന്ന ടേബിളിൽ വെച്ചു. എന്നിട്ട് അവരങ്ങോട്ടേക്ക് കൈ കൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഷട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ വിളിച്ചു. ഹെന്ന എന്ന് വിളിച്ചപ്പോൾ അവൾ വന്നില്ല. അവൾ ആ ഫോണിൽ തന്നെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു, അതൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചലഞ്ച് ആയിരുന്നു എന്ന്. അപ്പോൾ ജസ്റ്റ് ഫേക്ക് എന്ന് പറഞ്ഞു. ആ ഡോൾ ഒരു ഫേക്ക് ആണെന്ന് പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞു, സോറി മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. എൻ്റെ റിയൽ ഫ്രണ്ട്സ്. അങ്ങനെ താങ്ക് യു മാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സ്വന്തം പുറത്തേക്ക് തന്നെ. പിന്നീട് വലയിൽ നിന്ന് എണീച്ച് പാവ കുത്താൻ വേണ്ടി റെഡിയായി. ഇനി പാർട്ട് 3 നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്തതുണ്ടാവുന്നത്.